മാർപ്പാപ്പ സ്ഥാനത്തിൻ്റെ മഹത്വം. ഇന്ന് ലോകത്തിൽ കാണപ്പെടുന്ന അധികാര സ്ഥാനങ്ങളിൽ മാർപ്പാപ്പ സ്ഥാനത്തോളം ചരിത്രപരമായ സ്വാധീനവും ആത്മീയ പ്രാധാന്യവുമുള്ള വേറൊരു സ്ഥാനമില്ല. 140 കോടിയോളം അംഗസംഖ്യയുള്ള ആഗോള കത്തോലിക്ക സഭയുടെ ആത്മീയ ആചാര്യൻ മാത്രമല്ല, ലോകത്തിൻ്റെ ധാർമ്മിക ശബ്ദവും ഐക്യത്തിൻ്റെ അടയാളവുമായി മാർപ്പാപ്പ അനേകരാൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു പത്രോസ്ലീഹയെ ഭരമേൽപ്പിച്ച അജപാലന ദൗത്യം പത്രോസിൽ ആരംഭിച്ച് പീഡനവും അധികാരസ്ഥാനങ്ങളും നവീകരണവുമൊക്കെ സംഭവിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയിൽ എത്തി നിൽക്കുകയാണ്. പുരാതന റോമായിലെ കാറ്റക്കോമ്പുകളിൽ നിന്നും പത്രോസിൻ്റെ ബസിലിക്കയിലെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ സ്ഥാനം ചരിത്രത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും 2 സഹസ്രാബ്ദ നാൾവഴികൾ താണ്ടി നമ്മുടെ മുന്നിൽ സജീവമായി നിൽക്കുന്നു. മാർപ്പാപ്പയുടെ ആത്മീയ അധികാരങ്ങളെക്കുറിച്ച് മിക്കവർക്കും അറിവുള്ളപ്പോഴും ആ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നിഗൂഢതകളോടെ കാണപ്പെടുന്നതിന് കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന അടയാളങ്ങളും പാരമ്പര്യങ്ങളും ആഘോഷങ്ങളും കൃത്യമായി മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഒരു മാർപ്പാപ്പ കാലം ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ നയനങ്ങൾ വത്തിക്കാനിലേക്ക് തിരിയുകയും അവിടെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചില പ്രക്രിയകൾ ആരംഭം കുറിക്കുകയും ചെയ്യുന്നു. ലോകമാസകലമുള്ള കർദിനാളന്മാർ പുതിയൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായി മൈക്കലാഞ്ചലോയുടെ പ്രസിദ്ധമായ അന്ത്യവിധിയുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന സിസ്റ്റൈൻ ചാപ്പലിൽ പ്രാർത്ഥനയോടെ ഒത്തുചേരുന്നു. ഇവിടെ അധികാരത്തിനായുള്ള മാനുഷിക ബലഹീനതകളെ അതിലംഘിക്കുന്ന ദൈവിക നടത്തിപ്പുകൾ അരങ്ങേറുന്നു. ആഗോളതലത്തിൽ അതിവേഗത്തിലുള്ള ആശയവിനിമയങ്ങളും വിവിധ തരത്തിലുള്ള വാർത്തകളും അന്തരീക്ഷത്തെ ശബ്ദമുഖരിതമാക്കുമ്പോഴും മാർപ്പാപ്പ തിരഞ്ഞെടുപ്പ് കത്തോലിക്ക വിശ്വാസികളുടെ ജീവിതത്തിലെ ഏറ്റവും ഗൗരവമേറിയതും പ്രാർത്ഥനാപൂർവവുമായ പ്രവൃത്തികളിലൊന്നാണ്. പാരമ്പര്യത്തിൻ്റെ മനോഹാരിതയും പരിശുദ്ധാത്മാവിൻ്റെ നിവേശനവും സംഗമിക്കുന്ന ഒരു പവിത്ര കർമ്മവേദിയാണത്. ഇവിടെ മാർപ്പാപ്പയെ തെരഞ്ഞെടുപ്പുമായി ചില പ്രധാന വിവരങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. കത്തോലിക്ക സഭയുടെ ചരിത്രം 2 സഹസ്രാബ്ദത്തോളം അണമുറിയാതെ സഭയെ നയിച്ച മാർപ്പാപ്പമാരുടെ ചരിത്രവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പസ്തോല സംഘത്തിൻ്റെ തലവനെന്ന നിലയിൽ പത്രോസ്ലീഹയ്ക്ക് ലഭിച്ച അധികാരാവകാശങ്ങൾ മാർപ്പാപ്പമാരിലൂടെ ഇന്നും സഭയിൽ തുടരുന്നു. സഭയിലെ ആദ്യ നൂറ്റാണ്ടുകളിലെ മാർപ്പാപ്പമാരുടെ ജീവിതത്തെക്കുറിച്ച് വിരളമായ ചരിത്രരേഖകൾ മാത്രമേ പിൻതലമുറയ്ക്ക് ലഭ്യമായിട്ടുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം റോമൻ സാമ്രാജ്യത്തിലെ നിയമവിരുദ്ധ മതമായി ക്രൈസ്തവ വിശ്വാസത്തെ കണ്ടിരുന്നുവെന്നതിനാൽ സഭയ്ക്ക് നേതൃത്വം നൽകിയവരുടെ ചരിത്രപരമായ രേഖകൾ സൂക്ഷിക്കുന്നത് പോലും അസാധ്യമായിരുന്നു. പോപ്പ് എന്ന ആംഗലേയ പദം പാപ്പ എന്ന ലത്തീൻ വാക്കിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അതിൻ്റെ അർത്ഥം പിതാവ് എന്നാണ്. കത്തോലിക്ക സഭാതലവനായ മാർപ്പാപ്പയെ കൂടാതെ അലക്സാണ്ട്രിയയിലെ ഓർത്തഡോക്സ് പാത്രിയാർക്കീസും ഈ ശീർഷകം ഉപയോഗിക്കുന്നുണ്ട്. മാർപ്പാപ്പയുടെ വിവിധ കർത്തവ്യങ്ങൾക്കനുസരിച്ച് നിരവധി ശീർഷകങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. റോമിലെ ബിഷപ്പ്, ക്രിസ്തുവിൻ്റെ വികാരി, പ്രധാന ആചാര്യൻ, ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദാസൻ തുടങ്ങിയ വിശേഷണങ്ങൾ വളരെ പ്രസിദ്ധങ്ങളാണ്. ഇതുകൂടാതെ വത്തിക്കാൻ എന്ന ലോകത്തിൻ്റെ ഏറ്റവും ചെറിയ രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിലും രാഷ്ട്രത്തലവൻ എന്ന ഒരു സവിശേഷമായ അധികാരവും ശീർഷവും മാർപ്പാപ്പയ്ക്കുണ്ട്. സഭയുടെ അധ്യക്ഷനായ മാർപ്പാപ്പയ്ക്ക് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആരംഭകാലം മുതൽ തന്നെ പ്രത്യേക സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, അദ്ദേഹം 108 മുമ്പ് മരിച്ചയാളാണ്. അദ്ദേഹം റോമൻ സഭയുടെ പ്രത്യേക സ്ഥാനത്തെക്കുറിച്ച് സഭയുടെ ആരംഭകാലത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. റോമിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ റോമിൻ്റെ പ്രദേശങ്ങളിൽ പ്രഥമ സ്ഥാനത്തുള്ള സഭ എന്നാണ് അദ്ദേഹം റോമൻ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പത്രോസിൻ്റെയും പൗലോസിൻ്റെയും പാദസ്പർശനത്താൽ പവിത്രമാക്കപ്പെട്ട പ്രദേശം എന്നതുപോലെ തന്നെ ക്രിസ്തീയ വിശ്വാസത്തിലെ ആദ്യ നൂറ്റാണ്ടുകളിലെ അനേകം രക്തസാക്ഷികളുടെ ചുടുനിണം വീണ പുണ്യഭൂമിയാണ് റോമാ നഗരം. കൂടാതെ റോമൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥിരാകേന്ദ്രം എന്ന നിലയിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടായിരുന്ന നഗരം കൂടിയായിരുന്നു റോമാ നഗരം. സഭയുടെ ആരംഭ നൂറ്റാണ്ടുകളിൽ വിശ്വാസപരവും ഭരണപരവുമായ തർക്കങ്ങളുണ്ടായപ്പോൾ അത് പരിഹരിക്കുന്നതിനുള്ള അവസാന വാക്കായിരുന്നു മാർപ്പാപ്പ. നോസ്റ്റിസം അഥവാ ജ്ഞാനവാദം ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ നിഷേധിച്ചുകൊണ്ട് അപ്പസ്തോലിക കാലഘട്ടത്തിൽ തന്നെ ഉദയം ചെയ്തപ്പോൾ അതിന് അന്തിമ അഭിപ്രായം രേഖപ്പെടുത്തി അതിനെ തള്ളിക്കളഞ്ഞത് റോമൻ സഭയാണ്. മഹാനായ ലിയോ മാർപ്പാപ്പയുടെ ഭരണകാലമായപ്പോഴേക്കും, അതായത് 440 തുടങ്ങി 461 വരെ ഉള്ള കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം. മാർപ്പാപ്പമാരുടെ സഭയിലെ
പ്രഥമ സ്ഥാനം കൂടുതൽ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. വിശുദ്ധ പത്രോസ് തൻ്റെ പിൻഗാമികളായ മാർപ്പാപ്പമാരിലൂടെ ഇന്നും സംസാരിക്കുന്നുവെന്ന് പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ലിയോ മാർപ്പാപ്പ മറ്റുള്ളവരെ ഓർമ്മിപ്പിച്ചിരുന്നു. AD 1054 കിഴക്ക് പടിഞ്ഞാറ് ശീശ്മയ്ക്ക് ശേഷം പേപ്പസിക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ, അതായത് 1962 തുടങ്ങി 65 വരെയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നടന്നത്. ആ കൗൺസിലിൽ മാർപ്പാപ്പയുടെ അധികാരാവകാശങ്ങൾ ബിഷപ്പുമാരുമായി യോജിച്ച് നടപ്പാക്കുന്ന രീതിയിലാണ് നിർവചിച്ചിരിക്കുന്നത്. സഭയുടെ ഐക്യത്തിൻ്റെ അടയാളമായിട്ടാണ് മാർപ്പാപ്പ സ്ഥാനവും മാർപ്പാപ്പയുടെ ദൗത്യവും കൗൺസിൽ വിശദീകരിക്കുന്നത്. മാർപ്പാപ്പയുടെ സർവപ്രമുഖത ഐക്യത്തിനു വേണ്ടിയുള്ള വിളിയാണ്. സഭയുടെ ആരംഭ ദശകങ്ങളിൽ റോമിലെ വൈദികരും വിശ്വാസികളും ചേർന്നാണ് മാർപ്പാപ്പമാരെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഇന്നും മാർപ്പാപ്പയുടെ പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ പെടുന്നതാണ് റോമൻ രൂപതയുടെ ഭരണം. വിവിധ കാലങ്ങളിലുണ്ടായ നിയമങ്ങളെ നോക്കാം. AD 1899 വരെ മിക്കപ്പോഴും കർദിനാൾ സംഘത്തിൽ പ്രഭുക്കന്മാരും വൈദികരല്ലാത്ത സന്യാസികളും ഉൾപ്പെട്ടിരുന്നു. 1917 കാനൻ നിയമത്തിൽ എല്ലാ കർദിനാളന്മാരും വൈദികരായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. 1962 മുതൽ ഇവരെല്ലാം തന്നെ ബിഷപ്പുമാരായിരുന്നു. എന്നാൽ 1975 മുതൽ ചില പ്രത്യേക കാരണങ്ങളാൽ വൈദികരെയും കർദിനാൾ സംഘത്തിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. ഇതോടൊപ്പം വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ 80 വയസ്സ് പൂർത്തിയായ കർദിനാളന്മാർക്ക് മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന നിയമവും കൊണ്ടുവന്നു. സിക്സ്റ്റസ് ആറാമൻ മാർപ്പാപ്പയാണ് 1587 കർദിനാളന്മാരുടെ എണ്ണം 70 നിജപ്പെടുത്തിയത്. പിന്നീട് ഈ നിയമത്തിൽ പല മാറ്റങ്ങളും വന്നു. കർദിനാളന്മാരുടെ സംഖ്യ 120 പോൾ ആറാമൻ മാർപ്പാപ്പ ഉയർത്തി. ഇത് ഇന്നും തത്വികമായി നിലനിൽക്കുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. വളരെ അപരിചിതം എന്ന് തോന്നാവുന്ന ചില നിയമങ്ങളും മാർപ്പാപ്പമാരുടെ തിരഞ്ഞെടുപ്പിന് പഴയ കാലങ്ങളിൽ നിലനിന്നിരുന്നു. അതിലൊന്നായിരുന്നു 769 സ്റ്റീഫൻ മൂന്നാമൻ മാർപ്പാപ്പ ഒരു സിനഡിൽ പാസാക്കിയ നിയമം. പുരോഹിതനോ ഡീക്കനോ ആയ കർദിനാളിനെ മാത്രമേ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കാവൂ എന്നായിരുന്നു അത്. ബിഷപ്പുമാർ ജീവിതകാലം മുഴുവൻ ഒരു രൂപതയുടെ അധ്യക്ഷനായിരിക്കണം എന്ന മറ്റൊരു പാരമ്പര്യത്തോട് ചേർന്നു പോകുന്ന നിയമം നിലവിലുണ്ടായിരുന്നതിനാൽ റോമൻ രൂപതയുടെ ബിഷപ്പായി വരുന്നത് മറ്റൊരു രൂപതയുടെ ബിഷപ്പായിരിക്കരുത് എന്നതായിരുന്നു ഈ നിയമനിർമ്മാണത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഇക്കാരണത്താൽ കുറേ കാലത്തേക്ക് മാർപ്പാപ്പ ആയവരെല്ലാം തന്നെ ഡീക്കന്മാരായിരുന്നു. എന്നാൽ വളരെ വിരളമായി ഇക്കാലത്ത് ബിഷപ്പുമാർ മാർപ്പാപ്പമാരായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1378 മാർപ്പാപ്പയായ ഉർബൻ ആറാമൻ മാർപ്പാപ്പയാണ് കർദിനാൾ സംഘത്തിന് പുറത്തുനിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അവസാനത്തെ മാർപ്പാപ്പ. 1513 മാർപ്പാപ്പയായ ലിയോ 10 അവസാനമായി ഈ സ്ഥാനത്തേക്ക് വരുന്ന ഡീക്കൻ മാത്രമായിരുന്ന കർദിനാൾ. അദ്ദേഹത്തിൻ്റെ പിൻഗാമി അഡ്രിയൻ ആറാമൻ കോൺക്ലേവിൽ സംബന്ധിക്കാതെ തിരഞ്ഞെടുക്കപ്പെട്ട അവസാനത്തെ മാർപ്പാപ്പയാണ്. സാധാരണയായി കേവല ഭൂരിപക്ഷം ലഭിക്കുന്നയാൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നെങ്കിൽ AD 1179 മൂന്നാം ലാറ്ററൻ കൗൺസിലിൽ വെച്ചാണ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് 2/3 ഭൂരിപക്ഷം വേണമെന്ന നിയമം വരുന്നത്. 1621 ശേഷം കോൺക്ലേവിൽ സംബന്ധിക്കുന്ന കർദിനാളിന് തനിക്ക് തന്നെ മാർപ്പാപ്പ ആകുന്നതിന് വേണ്ടി വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന നിയമം വന്നു. 1945 പിയൂസ് 12 മാർപ്പാപ്പ നിയമത്തിൽ ചില ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും മാർപ്പാപ്പ ആകുന്നതിന് 2/3 ഭൂരിപക്ഷത്തിനോടൊപ്പം ഒരു വോട്ട് കൂടി കൂടുതൽ വേണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തു. AD 1996 ജോൺ പോൾ 2 മാർപ്പാപ്പ 2/3 ഭൂരിപക്ഷം വേണമെന്ന നിയമത്തിൽ വീണ്ടും ചെറിയ ഭേദഗതികൾ വരുത്തി. 33, 34 ബാലറ്റിന് ശേഷവും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് സാധിക്കാതെ വരുന്ന അവസ്ഥയിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ള ആളിനെ മാർപ്പാപ്പയാക്കാം എന്ന നിയമം വന്നു. 2007 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ 2/3 ഭൂരിപക്ഷം എന്ന നിയമം വീണ്ടും പുനഃസ്ഥാപിച്ചു. ഇന്നത്തെ മാർപ്പാപ്പ തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നത് 1996 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ വിളംബരം ചെയ്ത ഉണിവേഴ്സി ഡൊമിനിച്ചി ഗ്രേജിസ് എന്ന അപ്പസ്തോലിക രേഖയാണ്. ഇതിൽ ചില മാറ്റങ്ങൾ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ വരുത്തിയിട്ടുണ്ട്. ഇതനുസരിച്ച് മാർപ്പാപ്പ തിരഞ്ഞെടുപ്പിനുള്ള കോൺക്ലേവ് കാലയളവിൽ വത്തിക്കാൻ നഗരത്തിനുള്ളിലുള്ള സാന്താമർത്ത ഭവനത്തിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ കർദിനാളന്മാർ താമസിക്കണമെന്നതാണ്. എന്നാൽ വോട്ടെടുപ്പ് നടക്കുന്നത് സിസ്റ്റൈൻ ചാപ്പലിലായിരിക്കും. കർദിനാളന്മാരുടെ ഡീനിന് നിർണായകമായ സ്ഥാനം മാർപ്പാപ്പ തിരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ ഉണ്ട്. 80 വയസ്സ് അദ്ദേഹത്തിന് പൂർത്തിയായി കോൺക്ലേവിൽ സംബന്ധിക്കാൻ സാധിക്കില്ലെങ്കിൽ വൈസ് ഡീൻ ചുമതലകൾ നിർവഹിക്കും. അദ്ദേഹത്തിനും സമാന അവസ്ഥ ഉണ്ടാകുമ്പോൾ
കർദിനാൾ ബിഷപ്പുമാരിൽ കോൺക്ലേവിൽ സംബന്ധിക്കുന്ന ഏറ്റവും സീനിയറായ കർദിനാളായിരിക്കും ഈ ചുമതലകൾ വഹിക്കുന്നത്. ഇപ്പോൾ കർദിനാൾ സംഘത്തിൻ്റെ ഡീനായിരിക്കുന്ന ഇറ്റാലിയൻ കർദിനാൾ ജോവന്നി ബാറ്റിസ്റ്ററേയും വൈസ് ഡീനായിരിക്കുന്ന അർജൻറ്റീനയിൽ നിന്നുള്ള കർദിനാൾ ലിയനാർഡോ സാന്ദ്രിയും 80 വയസ്സ് കഴിഞ്ഞവരായതിനാൽ കർദിനാൾ ബിഷപ്പുമാരിൽ ഏറ്റവും സീനിയറായ ഇപ്പോഴത്തെ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ കർദിനാൾ പിയത്രോ പരോളിനാണ് കോൺക്ലേവിൽ അധ്യക്ഷത വഹിക്കുന്നത്. തിരഞ്ഞെടുപ്പ് രീതികൾ നോക്കാം. മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുന്നതിന് കാലാകാലങ്ങളിൽ പല രീതികൾ നിലനിന്നിരുന്നതായി കാണാം. അഭിഗമ്യത എന്ന മാർഗം കർദിനാൾമാർക്ക് തങ്ങളുടെ അവസാനത്തെ വോട്ട് 3/2 ഭൂരിപക്ഷം കിട്ടുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളിന് വേണ്ടി മാറ്റി കൊടുക്കുന്നതായിരുന്നു. പൊതുവെ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി ഒരു സ്ഥാനാർത്ഥിയെ കൈയടിച്ച് അംഗീകരിക്കുന്ന രീതിയും പണ്ട് നിലവിലുണ്ടായിരുന്നു. ഇതൊരു ബാലറ്റിലൂടെ അല്ലാതെ സംഭവിക്കുന്നതിനെ ആരാധന എന്നും പറഞ്ഞിരുന്നു. 1621 മുതൽ മുകളിൽ പറഞ്ഞ എല്ലാ രീതികളും ഗ്രിഗറി 15 മാർപ്പാപ്പ നിർത്തലാക്കി. അനുരഞ്ജനത്തിലൂടെയുള്ള തിരഞ്ഞെടുപ്പ് കോംപ്രമൈസ് നടന്നിരുന്നത് ഒരു സ്ഥാനാർത്ഥിയെയും സാധാരണ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത അവസ്ഥ സംജാതമാകുമ്പോൾ കർദിനാളന്മാർ ഏകകണ്ഠമായി ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും അവരുടെ തീരുമാനം അംഗീകരിക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു. സൂക്ഷ്മ പരിശോധന എന്ന് വിളിച്ചിരുന്നത് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുള്ള തിരഞ്ഞെടുപ്പിനായിരുന്നു. അനുരഞ്ജനത്തിലൂടെയുള്ള അവസാന തിരഞ്ഞെടുപ്പ് 1316 നടന്ന ജോൺ 22 മാർപ്പാപ്പയുടേതായിരുന്നു. പൊതുസമ്മതത്തോടെ കൈയടിച്ച് പാസാക്കിയ അവസാനത്തെ തെരഞ്ഞെടുപ്പ് 1676 നടന്ന ഇന്നസെൻ്റ് 11 മാർപ്പാപ്പയുടേതാണ്. 1996 ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ തിരുവെഴുത്ത് വഴി രഹസ്യ ബാലറ്റിലൂടെയുള്ള തിരഞ്ഞെടുപ്പ് മാത്രം ആണ് ഇന്ന് അവശേഷിച്ചിട്ടുള്ളത്. മാർപ്പാപ്പയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഒരു മാർപ്പാപ്പയുടെ മരണം ഔദ്യോഗികമായി സാക്ഷിക്കുന്നത് കർദിനാൾ കാമർലിംഗോ ആണ്. അതായത് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ വസ്തുവകകളുടെയും വരുമാനത്തിൻ്റെയും നിയന്ത്രണമുള്ള കർദിനാളിൻ്റെ പേരാണ് കാമർലിംഗോ. മാർപ്പാപ്പയുടെ മരണവിവരം അറിയുന്ന കാമർലിംഗോ അവിടെ എത്തി കാലം ചെയ്ത മാർപ്പാപ്പയുടെ മാമോദീസ നാമം 3 പ്രാവശ്യം വിളിക്കും. ഇക്കാര്യം നടക്കുമ്പോൾ മാർപ്പാപ്പയുടെ ആരാധന കാര്യാലയ ചുമതലയുള്ള പ്രീഫെക്റ്റും മാർപ്പാപ്പയുടെ കിടപ്പുമുറിയുടെ ചുമതലയുള്ള ചാൻസലറും മാർപ്പാപ്പയുടെ സെക്രട്ടറിയും സന്നിഹിതരായിരിക്കണം. മരിച്ചെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം കാമർലിംഗോ മാർപ്പാപ്പയുടെ കയ്യിൽ നിന്നും മുക്കുവൻ്റെ മോതിരം ഊരുന്നു. മുക്കുവൻ്റെ മോതിരം എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക മോതിരം. ഇതും മാർപ്പാപ്പയുടെ ഔദ്യോഗിക മുദ്രയും പിന്നീട് കർദിനാളന്മാരുടെ സാന്നിധ്യത്തിൽ നശിപ്പിക്കുന്നു. ഇത് ചെയ്തിരുന്നത് മാർപ്പാപ്പയുടെ മരണശേഷം ആരും ഇത് ഉപയോഗിച്ച് കള്ളത്തരങ്ങൾ കാണിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ഇന്ന് ഈ പ്രവൃത്തി ഒരു മാർപ്പാപ്പ ഭരണത്തിൻ്റെ അവസാനം കുറിക്കുന്ന പ്രതീകം മാത്രമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തപ്പോൾ ഈ ചുമതല നിർവഹിക്കുന്നത് അയർലൻഡിൽ ജനിച്ച അമേരിക്കൻ ബിഷപ്പും പിന്നീട് റോമൻ കുരിയായിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന കർദിനാൾ കെവിൻ ഫാരലെയാണ്. മാർപ്പാപ്പ കാലം ചെയ്ത് 4 മുതൽ 6 ദിവസത്തിനകം കബറടക്കം നടത്താനുള്ള ക്രമീകരണം നടത്തണം. ഇത്രയും ദിവസം മാറ്റിവെച്ചിരിക്കുന്നത് വിശ്വാസികൾക്കും മറ്റുള്ളവർക്കും ഭൗതിക ശരീരം കാണുന്നതിന് അവസരമൊരുക്കുന്നതിനാണ്. അതുപോലെ തന്നെ അടുത്ത മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിനുള്ള കർദിനാളന്മാരുടെ കോൺക്ലേവ് വിളിച്ചു കൂട്ടുന്ന തീയതി നിശ്ചയിക്കുന്ന പ്രക്രിയയും ഈ അവസരത്തിൽ നടക്കുന്നു. സാധാരണഗതിയിൽ മാർപ്പാപ്പ കാലം ചെയ്ത് 15 ദിവസത്തിനകം വിളിച്ചു കൂട്ടണം എന്നാണ് നിയമം. എന്നാൽ ദൂരപ്രദേശങ്ങളിൽ നിന്നും വത്തിക്കാനിൽ കർദിനാളന്മാർ എത്തിച്ചേരുന്നതിനായി ഇത് 20 ദിവസം വരെ ആക്കാവുന്നതാണ്. മാർപ്പാപ്പ ഇല്ലാതിരിക്കുന്ന കാലത്ത് കർദിനാൾ സംഘത്തിന് ചില അധികാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. കർദിനാളന്മാരുടെ ഡീനാണ് ഈ സമയത്തെ കാര്യവിചാരിപ്പുകാരൻ. ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത എല്ലാ കർദിനാളന്മാരും മാർപ്പാപ്പ തിരഞ്ഞെടുപ്പിന് മുൻപായി വത്തിക്കാനിൽ നടക്കുന്ന പൊതുവായ സമ്മേളനങ്ങളിൽ സംബന്ധിക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ 80 വയസ്സ് പൂർത്തിയായവർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിനായി ഏതെങ്കിലും വോട്ടെടുപ്പ് വേണ്ടിവരികയാണെങ്കിൽ അതിൽ സംബന്ധിക്കുന്നതിന് സാധിക്കുകയില്ല. സഭയുടെ ദൈനംദിന കാര്യങ്ങളുടെ നടത്തിപ്പ് കർദിനാൾ കാമർലിംഗോയും അദ്ദേഹത്തെ സഹായിക്കുന്ന 3 കർദിനാളന്മാരും ചേർന്നാണ് നടത്തുന്നത്. ഈ 3 അംഗ കർദിനാളന്മാരിൽ ഒരാൾ ഒരു കർദിനാൾ ബിഷപ്പും മറ്റേയാൾ കർദിനാൾ പുരോഹിതനും മൂന്നാമത്തെയാൾ കർദിനാൾ ഡീക്കനും ആയിരിക്കണം. ഇവരെല്ലാം തന്നെ ബിഷപ്പുമാരായിരിക്കണം. ഈ 3 പേരെയും നറുക്കെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. മാർപ്പാപ്പ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ എല്ലാ 3 ദിവസം കൂടുമ്പോഴും ഇങ്ങനെ പുതിയൊരു സംഘത്തെ തിരഞ്ഞെടുക്കുകയും അവർ കോൺക്ലേവിൻ്റെ നടത്തിപ്പ് ഉറപ്പുവരുത്തുകയും വേണം. മാർപ്പാപ്പയുടെ സ്ഥാനത്യാഗത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം. ചരിത്രത്തിൽ വളരെ വിരളമായി സംഭവിക്കുന്ന കാര്യമാണ്
ഒരു മാർപ്പാപ്പയുടെ രാജി. 2013 ഫെബ്രുവരി 28 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ രാജിവെച്ചപ്പോൾ അതിശയത്തോടെയാണ് ആ വാർത്ത ലോകം ശ്രവിച്ചത്. 1415 ഗ്രിഗറി 14 മാർപ്പാപ്പയുടെ രാജിയാണ് അതിന് തൊട്ടു മുമ്പായി നടന്നിട്ടുള്ളത്. 1996 പ്രമാണരേഖയിൽ ജോൺ പോൾ 2 മാർപ്പാപ്പ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മാർപ്പാപ്പയുടെ അധികാരത്തിൻ്റെ അടയാളങ്ങളിലൊന്നായ മുക്കുവൻ്റെ മോതിരം മറ്റ് കർദിനാളന്മാരുടെ സാന്നിധ്യത്തിൽ കർദിനാൾ കാമർലിംഗോയെ ഏൽപ്പിക്കുകയും അതിലെ കുരിശിൻ്റെ സ്ഥാനത്ത് ഒരു വെള്ളി ചുറ്റിക കൊണ്ട് എക്സ് എന്ന് രേഖപ്പെടുത്തുകയും വേണം. അതിന് രൂപമാറ്റം വരുത്തുന്നത് അതിൻ്റെ ദുരുപയോഗം തടയുന്നതിന് വേണ്ടിയാണ്. കർദിനാളന്മാരുടെ സമ്മേളനം സാധാരണയായി മാർപ്പാപ്പ തിരഞ്ഞെടുപ്പിന് ഒത്തുകൂടുന്ന കർദിനാളന്മാർക്ക് തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഗൗരവമേറിയ ദൗത്യത്തെക്കുറിച്ച് ആഴത്തിൽ മനനം ചെയ്യുന്നതിനായി 2 പ്രബോധനങ്ങൾ കേൾക്കാൻ അവസരമുണ്ടാകും. ഒന്ന് കോൺക്ലേവ് തുടങ്ങുന്നതിന് മുൻപായും രണ്ടാമത്തേത് സിസ്റ്റൈൻ ചാപ്പലിൽ ഒത്തുകൂടിയതിന് ശേഷവും. കോൺക്ലേവിൽ പ്രവേശിക്കുന്നതിന് മുൻപായി കർദിനാളന്മാർ പത്രോസിൻ്റെ ബസിലിക്കയിൽ ഒത്തുചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. പിന്നീട് അപ്പസ്തോലിക കൊട്ടാരത്തിലെ പൗലോസിൻ്റെ ചാപ്പലിൽ ഒത്തുകൂടി അവിടെ നിന്നും സിസ്റ്റൈൻ ചാപ്പലിലേക്ക് വിശുദ്ധന്മാരുടെ ലുത്തിനിയ ആലപിച്ചുകൊണ്ട് പ്രദക്ഷിണമായി പോകുന്നു. വേനി ക്രയാത്തോർ സ്പിരിത്തൂസ് എന്ന പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനയും എല്ലാവരും ഒത്തുചേർന്ന് ആലപിക്കുന്നു. അതിനുശേഷം മാർപ്പാപ്പ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും അനുസരിക്കുന്നതാണെന്ന് കർദിനാളന്മാർ പ്രതിജ്ഞ ചെയ്യുന്നു. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ തിരുസിംഹാസനത്തിൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുമെന്നും രഹസ്യാത്മകത കാത്തുസൂക്ഷിക്കുമെന്നും ഏതെങ്കിലും ഭൗതികാധികാരികളുടെ നിർദ്ദേശമുണ്ടെങ്കിൽ അത് അവഗണിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. സിസ്റ്റൈൻ ചാപ്പലിൽ സന്നിഹിതരായിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ കർദിനാൾ ആദ്യം പ്രതിജ്ഞ മുഴുവനായി ഉറക്കെ ചെല്ലുന്നു. പിന്നീട് സുവിശേഷ ഗ്രന്ഥത്തിൽ തൊട്ടുകൊണ്ട് പ്രായത്തിലുള്ള മൂപ്പുമുറ അനുസരിച്ച് ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കുന്നു. ലത്തീൻ ഭാഷയിൽ ചൊല്ലുന്ന പ്രതിജ്ഞ ഇപ്രകാരമാണ്: ഞാൻ, പേര്, കർദിനാൾ, അതുകഴിഞ്ഞ് വീട്ടുപേര്, വാഗ്ദാനവും പ്രതിജ്ഞയും ശബ്ദവും ചെയ്യുന്നു. അതിനാൽ ദൈവമേ, അങ്ങും ഞാനിപ്പോൾ എൻ്റെ കരങ്ങളിൽ സ്പർശിച്ചിരിക്കുന്ന അങ്ങയുടെ വിശുദ്ധ സുവിശേഷ ഗ്രന്ഥവും എന്നെ സഹായിക്കട്ടെ. ഇതാണ് എൻ്റെ മലയാള തർജ്ജിമ. എല്ലാ കർദിനാളന്മാരും പ്രതിജ്ഞ എടുത്തു കഴിയുമ്പോൾ തിരുസിംഹാസനത്തിൻ്റെ ആരാധനക്രമ കാര്യാലയ ചുമതലക്കാരൻ കോൺക്ലേവിൽ സംബന്ധിക്കാൻ അനുവാദമുള്ള കർദിനാളന്മാരൊഴികെ ബാക്കിയുള്ളവരെല്ലാം പുറത്തു പോകാൻ ആവശ്യപ്പെടുന്നു. സിസ്റ്റൈൻ ചാപ്പലിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയും, എല്ലാവരും പുറത്തു പോവുക. അതിനുശേഷം കതകടയ്ക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്ത ശേഷമുള്ള കോൺക്ലേവിൽ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ അൾത്താരയുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുസിംഹാസനത്തിൻ്റെ ആരാധനക്രമ കാര്യാലയ നടത്തിപ്പിൻ്റെ ചുമതലക്കാരൻ കർദിനാൾ ആർതർ റോഷൻ ഈ വാക്കുകൾ ഉച്ചരിക്കുകയും അതിനുശേഷം കതകടയ്ക്കുകയും ചെയ്യും. തിരുസിംഹാസനത്തിൻ്റെ ആരാധനക്രമ കാര്യാലയ ചുമതലക്കാരനും കർദിനാളന്മാർക്ക് തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ധ്യാനചിന്തകൾ നൽകുന്ന കർദിനാൾ സംഘം ചുമതലപ്പെടുത്തിയ വ്യക്തിയും പിന്നെയും അവിടെ തുടരുന്നു. പ്രസംഗശേഷം അദ്ദേഹവും സിസ്റ്റൈൻ ചാപ്പലിൽ നിന്നും പുറത്തു പോകുന്നു. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ആർക്കെങ്കിലും മാർപ്പാപ്പ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? ഏറ്റവും മുതിർന്ന കർദിനാൾ ആരായിരുന്നു? സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിവർത്തീകരിക്കപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും തിരഞ്ഞെടുപ്പ് ആരംഭിക്കുക. ഈ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞ് ഏതെങ്കിലും കർദിനാൾ വന്നാൽ അദ്ദേഹത്തെയും കോൺക്ലേവിൽ സംബന്ധിക്കാൻ അനുവദിക്കാമെന്നാണ് നിയമം. അതുപോലെ രോഗിയോ ശുചിമുറിയോ ഉപയോഗിക്കേണ്ടി വരികയോ ചെയ്യുന്ന കർദിനാളന്മാർക്ക് പുറത്തുപോയി തിരികെ വരാൻ അനുവാദമുണ്ട്. ഇക്കാരണങ്ങളാലല്ലാതെ വാതിലിന് പുറത്തു പോകുന്ന ഒരു കർദിനാളിനും വീണ്ടും കോൺക്ലേവിൽ സംബന്ധിക്കാൻ സാധിക്കില്ല. കർദിനാൾ സംഘത്തിൻ്റെ സെക്രട്ടറിക്കും തിരുസിംഹാസനത്തിൻ്റെ ആരാധനക്രമ കാര്യാലയ ചുമതലക്കാരനും പേപ്പൽ സാക്രിസ്റ്റിയുടെ 2 ഉദ്യോഗസ്ഥർക്കും കർദിനാൾ ഡീനിൻ്റെ ഒരു സഹായിക്കും ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഇവിടേക്ക് സഹായിക്കാനായി വരുന്നതിന് അനുവാദമുണ്ട്. അതുപോലെ തന്നെ വിവിധ ഭാഷകളിൽ കുമ്പസാരം കേൾക്കുന്നതിനുള്ള പുരോഹിതന്മാരും 2 ഡോക്ടർമാരും ഇവരുടെ സേവനത്തിനായി ഉണ്ടാവും. എന്നാൽ സിസ്റ്റൈൻ ചാപ്പലിൽ ഇവർക്കും പ്രവേശിക്കാൻ അനുവാദമില്ല. മാർപ്പാപ്പ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ രഹസ്യാത്മകതയാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും മറ്റുള്ളവരോട് വെളിപ്പെടുത്തുന്നത് വിലക്കപ്പെട്ട കാര്യമാണ്. എഴുത്തിലൂടെയോ റേഡിയോ, ഫോൺ, ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ തുടങ്ങിയവയിലൂടെയോ സംസാരത്തിലൂടെയോ മാർപ്പാപ്പ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് സ്വാഭാവിക പുറത്താക്കൽ വിളിച്ചു വരുത്തും. അതായത് സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന കാര്യം.
എന്തെങ്കിലും കാര്യങ്ങൾ പുറം ലോകത്തോട് അത്യാവശ്യമായി വെളിപ്പെടുത്താനുണ്ടെങ്കിൽ 3 പേർക്ക് കർദിനാൾ സംഘത്തിൻ്റെ അനുവാദത്തോടുകൂടി അത് ചെയ്യുന്നതിന് സാധിക്കും. വത്തിക്കാൻ്റെ മേജർ പെനിറ്റൻഷ്യറി, റോമൻ രൂപതയുടെ കർദിനാൾ വികാരി, വത്തിക്കാൻ രാജ്യത്തിൻ്റെ വികാരി ജനറൽ എന്നിവരാണ് ഇങ്ങനെ അധികാരപ്പെടുത്തപ്പെട്ടവർ. ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിലും ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളോ മറ്റുപാധികളോ ഉണ്ടോ എന്ന് സിസ്റ്റൈൻ ചാപ്പലിൽ സമ്പൂർണ്ണ പരിശോധന നടത്തും. മുൻകാലങ്ങളിൽ വത്തിക്കാനിലെ ജോലിക്കാരുടെ വേഷത്തിൽ നുഴഞ്ഞു കയറാൻ പരിശ്രമിച്ചവരെ പിടികൂടിയിട്ടുണ്ട്. കൂടാതെ വയർലെസ് ജാമറുകൾ സിസ്റ്റൈൻ ചാപ്പലിൽ ഈ സമയത്ത് സ്ഥാപിക്കുകയും ചെയ്യാറുണ്ട്. കോൺക്ലേവിൻ്റെ വോട്ടെടുപ്പ് രീതി നോക്കാം. കോൺക്ലേവ് കൂടി 1-ാം ദിവസം ഉച്ച കഴിഞ്ഞ് ആദ്യത്തെ വോട്ടെടുപ്പ് നടത്താം. എന്നാൽ അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. ആദ്യ ദിവസത്തെ വോട്ടെടുപ്പിൽ ആരും തിരഞ്ഞെടുക്കപ്പെടുന്നില്ലെങ്കിൽ അടുത്തു വരുന്ന ദിവസങ്ങളിൽ ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നവരെ 4 വോട്ടെടുപ്പുകൾ നടത്താം. 2 രാവിലെയും 2 ഉച്ചകഴിഞ്ഞും. രാവിലെയും ഉച്ചകഴിഞ്ഞും ഓരോ പ്രാവശ്യവും കോൺക്ലേവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചു കൊള്ളാമെന്ന് കർദിനാളന്മാർ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. 3 ദിവസത്തെ വോട്ടിങ്ങിന് ശേഷവും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു ദിവസം വോട്ടിംഗ് ഇല്ലാതെ കർദിനാളന്മാർ പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്നു. ഈ സമയത്ത് ഏറ്റവും മുതിർന്ന കർദിനാൾ ഡീക്കൻ ഒരു പ്രസംഗം നടത്തുന്നു. 7 ദിവസത്തിന് ശേഷവും ഒരാളെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ വീണ്ടും ഒരു ദിവസം പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയും തലമുതിർന്ന കർദിനാൾ ബിഷപ്പ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. പിന്നീട് നടക്കുന്ന 7 വോട്ടെടുപ്പിന് ശേഷവും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ ഒരു ദിവസത്തെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ശേഷം ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച 2 പേരിൽ ഒരാൾക്ക് വോട്ട് ചെയ്യുകയും അതിൽ 3/2 ഭൂരിപക്ഷം ലഭിക്കുന്നയാൾ അടുത്ത മാർപ്പാപ്പയാവുകയും ചെയ്യും. എന്നാൽ ഇവർക്ക് രണ്ടിനും ഈ ഘട്ടത്തിൽ വോട്ട് ചെയ്യുന്നതിന് സാധിക്കില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ മാർപ്പാപ്പയുടെ ആരാധനക്രമ കാര്യാലയ ചുമതലക്കാരൻ ബാലറ്റ് പേപ്പറുകൾ തയ്യാറാക്കുകയും കർദിനാളന്മാർക്ക് നൽകുകയും ചെയ്യുന്നു. അതിൽ ലത്തീൻ ഭാഷയിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ഞാൻ മാർപ്പാപ്പയായി ആളെ തിരഞ്ഞെടുക്കുന്നു. ഈ സമയത്ത് ആരാധനക്രമ കാര്യാലയ ചുമതലക്കാരനും കർദിനാൾ സംഘത്തിൻ്റെ സെക്രട്ടറിയും ബാക്കി വോട്ടവകാശമുള്ള കർദിനാളന്മാരല്ലാതെ മറ്റാരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരും പുറത്തു പോകുന്നു. ഏറ്റവും ചെറുപ്പമായ കർദിനാൾ ഡീക്കൻ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ കഥകൾ അടയ്ക്കുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പിലേക്കായി നറുക്കെടുപ്പിലൂടെ 9 പേരെ നിയോഗിക്കുന്നു. രാവിലെ 2 വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ ഇവർ തന്നെ അതിൻ്റെ നടത്തിപ്പുകാർ ആയിരിക്കും. ഉച്ചകഴിഞ്ഞ് വീണ്ടും വോട്ടെടുപ്പ് വേണ്ടി വരികയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന മറ്റു 9 പേർക്കായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചുമതല. കർദിനാളന്മാർ തിരഞ്ഞെടുപ്പ് നിയമങ്ങൾ അനുസരിച്ചുകൊള്ളാമെന്ന് വീണ്ടും പ്രതിജ്ഞയെടുക്കുകയും വേണം. കർദിനാളന്മാർ മുൻഗണനാക്രമത്തിൽ തങ്ങൾ എഴുതിയ പേരുമായി സിസ്റ്റൈൻ ചാപ്പലിൻ്റെ അൾത്താരയുടെ മുൻപിൽ ചെന്ന് ലത്തീൻ ഭാഷയിൽ ഇപ്രകാരം പറയുന്നു: എൻ്റെ വിധികർത്താവായ ക്രിസ്തുവിനെ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വോട്ട് ദൈവതിരുമുമ്പിൽ തിരഞ്ഞെടുക്കപ്പെടണം എന്ന് ഞാൻ ചിന്തിക്കുന്ന ആളിന് നൽകിയിരിക്കുന്നു. ഇങ്ങനെ ലത്തീനിൽ അൾത്താരയുടെ മുമ്പിൽ തമ്പുരാനോട് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇനിയും അവിടെയുള്ള ഒരു കർദിനാളിന് രോഗം കാരണം അൾത്താരയുടെ അടുത്തേക്ക് നടന്നു പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ അവസാനത്തെ ആൾ അൾത്താരയുടെ മുൻപിൽ അദ്ദേഹത്തിന് വേണ്ടി ഈ പ്രതിജ്ഞ ചെയ്ത് വോട്ട് ചെയ്ത ബാലറ്റ് പേപ്പർ വാങ്ങിക്കേണ്ടതാണ്. വെളുത്ത പുകയും കറുത്ത പുകയും. 1800കളിലാണ് കർദിനാളന്മാർക്ക് ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് സാധിച്ചില്ല എന്ന് കാണിക്കുന്നതിനായി ഓരോ വോട്ടിങ്ങിന് ശേഷവും ബാലറ്റ് പേപ്പർ കത്തിച്ച് ചിമ്മിണിയിലൂടെ പുക പുറത്തേക്ക് വിടുന്ന പതിവ് ആരംഭിച്ചത്. ആദ്യകാലങ്ങളിൽ ഒരു തിരഞ്ഞെടുപ്പിന് ശേഷവും പുക വന്നില്ല എങ്കിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്ന് അറിയാമായിരുന്നു. 1914 ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ സിസ്റ്റൈൻ ചാപ്പലിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ചിമ്മിണിയിലൂടെ വെളുത്തതോ കറുത്തതോ ആയ പുക തിരഞ്ഞെടുപ്പിൻ്റെ അടയാളമായി പുറത്തുവിടുന്ന പതിവ് ആരംഭിച്ചു. വെള്ളപ്പുക പുതിയൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്നും കറുത്ത പുക മാർപ്പാപ്പയാകാനുള്ള 3/2 ഭൂരിപക്ഷം ആർക്കും കിട്ടിയില്ല എന്നും കാണിക്കുന്നു. ആദ്യകാലങ്ങളിൽ ചില തിരഞ്ഞെടുപ്പിലെങ്കിലും പുറത്തു വരുന്ന പുകയുടെ നിറത്തിൻ്റെ കാര്യത്തിൽ ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു. AD 1963 മുതൽ ബാലറ്റ് പേപ്പറുകളോടൊപ്പം രാസവസ്തുക്കളും ചേർത്ത് കത്തിക്കാൻ തുടങ്ങി. 2005 മുതൽ വെളുത്ത പുകയോടൊപ്പം വിശുദ്ധൻ പത്രോസിൻ്റെ ബസിലിക്കയിൽ മണികളും മുഴക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്നറിയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. 2013 തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച രാസവസ്തുക്കളുടെ പേര് വിവരം വരെ വത്തിക്കാൻ പ്രസിദ്ധമാക്കുകയുണ്ടായി. സമ്മതവും പ്രഖ്യാപനവും. തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ കർദിനാൾ സംഘത്തിൻ്റെ ഡീൻ കർദിനാൾ സംഘത്തിൻ്റെ സെക്രട്ടറിയെയും മാർപ്പാപ്പയുടെ ആരാധനക്രമ കാര്യാലയ ചുമതലക്കാരനെയും സിസ്റ്റൈൻ ചാപ്പലിലേക്ക് വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം ഡീൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളിനോട് തിരഞ്ഞെടുപ്പ് അംഗീകരിക്കുന്നുവോ എന്ന് ആരായുന്നു. ഇത് ലത്തീൻ ഭാഷയിലാണ് ചോദിക്കുന്നത്.
അങ്ങേ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തത് സ്വീകരിക്കുന്നുവോ എന്നാണ് അദ്ദേഹം ചോദിക്കുക. അദ്ദേഹം ഈ ചോദ്യത്തിന് അതേ എന്ന് ഉത്തരം പറയണമെന്ന് നിർബന്ധമില്ല. ഇനിയും തിരഞ്ഞെടുപ്പ് അംഗീകരിക്കുകയും ആ സമയത്ത് ഒരു ബിഷപ്പായിരിക്കുകയും ചെയ്യുന്നെങ്കിൽ ആ നിമിഷം മുതൽ മാർപ്പാപ്പയുടെ അധികാരം കൈവരുന്നു. ബിഷപ്പല്ല എങ്കിൽ ഈ സ്ഥാനം മെത്രാഭിഷേകത്തിന് ശേഷം മാത്രമേ ഏറ്റെടുക്കാൻ സാധിക്കൂ. ഒരു പുരോഹിതനായിരിക്കുന്ന ആൾ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ കർദിനാളന്മാരുടെ ഡീൻ അദ്ദേഹത്തെ ബിഷപ്പായി വാഴിക്കുന്നു. ഒരു അൽമായനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ശമാശനായും പുരോഹിതനായും ബിഷപ്പായും അദ്ദേഹത്തെ വാഴിക്കണം. ഡീൻ, വൈസ് ഡീൻ എന്നിവർക്ക് ഇതിന് സാധിക്കാതെ വരികയാണെങ്കിൽ ഏറ്റവും മുതിർന്ന കർദിനാൾ ബിഷപ്പാണ് ഇത് ചെയ്യേണ്ടത്. 2005 കോൺക്ലേവിൽ കർദിനാളന്മാരുടെ ഡീനായിരുന്ന ജോസഫ് റാറ്റ്സിംഗർ തന്നെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. 2013 തിരഞ്ഞെടുപ്പിൽ 80 വയസ്സ് പൂർത്തിയായിരുന്നതിനാൽ ഡീനിനും വൈസ് ഡീനിനും കോൺക്ലേവിൽ സംബന്ധിക്കാൻ സാധിക്കാഞ്ഞതിനാൽ മുതിർന്ന കർദിനാൾ ബിഷപ്പായിരുന്ന ജോവാന്നി ബാത്തിസ്തറയെയാണ് ഡീനിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയത്. അന്ന് ഈ ദൗത്യം നിർവഹിച്ച കർദിനാൾ റേ ഇന്ന് കർദിനാൾ സംഘത്തിൻ്റെ ഡീനാണെങ്കിലും അദ്ദേഹത്തിനും വൈസ് ഡീനിനും 80 വയസ്സ് കഴിഞ്ഞിരിക്കുന്നതിനാൽ മുതിർന്ന കർദിനാൾ ബിഷപ്പ് പിയാത്രോ പരോളിനോ അതുപോലെ ഉത്തരവാദിത്തമുള്ള മറ്റൊരു കർദിനാളോ ലിഖിത നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ദൗത്യം നിർവഹിക്കും. AD 533 മുതൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നയാൾ പുതിയൊരു പേര് സ്വീകരിക്കുന്ന പാരമ്പര്യം നിലവിൽ വന്നു. ജോൺ രണ്ടാമൻ മാർപ്പാപ്പയാണ് അങ്ങനെ ആദ്യമായി പുതിയ പേര് സ്വീകരിച്ചത്. മെർക്കൂറിയസ് എന്ന തൻ്റെ പേര് ഒരു റോമൻ ദൈവത്തിൻ്റെ പേരായിരുന്നതിനാൽ മാർപ്പാപ്പയ്ക്ക് അത് അനുചിതമായിരിക്കും എന്നതിനാലാണ് അദ്ദേഹം അപ്രകാരം ചെയ്തത്. സ്വന്തം പേര് മാറ്റാതെ തന്നെ മാർപ്പാപ്പയായ അവസാനത്തെ ആളാണ് മാർസെല്ലൂസ് രണ്ടാമൻ. തിരഞ്ഞെടുപ്പ് അംഗീകരിച്ചു കഴിഞ്ഞാൽ കർദിനാൾ ഡീൻ ഏത് പേരിലാണ് അങ്ങ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് എന്ന് പുതിയ മാർപ്പാപ്പയോട് ആരായുന്നു. അതിന് ഉത്തരം ലഭിച്ചു കഴിയുമ്പോൾ കോൺക്ലേവുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കും. മാർപ്പാപ്പയുടെ ആരാധന കാര്യാലയ ചുമതലക്കാരൻ ഈ തെരഞ്ഞെടുപ്പും പുതിയ പേരും സംബന്ധിച്ച ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നു. കോൺക്ലേവ് അവസാനിക്കുമ്പോൾ പുതിയ മാർപ്പാപ്പ തൻ്റെ കർദിനാളിൻ്റെ തൊപ്പി കോൺക്ലേവിൻ്റെ സെക്രട്ടറിയുടെ തലയിൽ വെച്ചു കൊടുക്കുന്ന പാരമ്പര്യവുമുണ്ട്. അദ്ദേഹത്തെ അടുത്ത കൺസിസ്റ്ററിയിൽ കർദിനാളാക്കും എന്നതിൻ്റെ അടയാളമായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു. അടുത്ത കാലത്തെ മാർപ്പാപ്പമാരുടെയെല്ലാം തിരഞ്ഞെടുപ്പിന് ശേഷം ഈ പാരമ്പര്യം നടപ്പാക്കിയിരുന്നു. ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോൾ പുതിയ മാർപ്പാപ്പ സിസ്റ്റൈൻ ചാപ്പലിനോട് ചേർന്നുള്ള വിലാപത്തിൻ്റെ മുറിയിൽ പോയി പ്രാർത്ഥിക്കുന്നു. ഈ പേര് ഈ മുറിക്ക് വന്നതിന് കാരണം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി വലിയ വികാര വിക്ഷോഭത്തിലൂടെ ഇവിടെ വെച്ച് കടന്നു പോകുന്നതിനാലാണ്. ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മാർപ്പാപ്പയുടെ പുതിയ കുപ്പായം അണിയുന്നു. ഇതിനായി 3 അളവിലുള്ള കുപ്പായവും തൊപ്പിയും ഇടക്കെട്ടും മറ്റും തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. 2013 ഫ്രാൻസിസ് മാർപ്പാപ്പ വസ്ത്രധാരണത്തിലും മറ്റും ചില പാരമ്പര്യങ്ങൾ ഒഴിവാക്കുകയുണ്ടായി. സ്വർണ്ണ കുരിശുമാലയ്ക്ക് പകരം താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുരിശുമാലയും മാർപ്പാപ്പയുടെ പുതിയ വെള്ള വസ്ത്രവും ധരിച്ചാണ് വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിൽ ബാൽക്കണിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യക്ഷപ്പെട്ടത്. ഈ കർമ്മങ്ങൾ സിസ്റ്റൈൻ ചാപ്പലിൽ പൂർത്തിയായതിനു ശേഷം കർദിനാളന്മാരുടെ സംഘത്തിലെ പ്രോട്ടോ ഡീക്കൻ, അതായത് ഏറ്റവും മുതിർന്ന കർദിനാൾ ഡീക്കൻ, പത്രോസിൻ്റെ ബസിലിക്കയിലെ ബാൽക്കണിയിൽ പുതിയ മാർപ്പാപ്പ ലഭിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തുന്നു. അദ്ദേഹം ലത്തീൻ ഭാഷയിൽ നടത്തുന്ന പ്രഖ്യാപനം ഇപ്രകാരമാണ്: വലിയ സന്തോഷത്തോടെ ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു, നമുക്ക് ഒരു മാർപ്പാപ്പയെ ലഭിച്ചിരിക്കുന്നു. അത്യുന്നത കർദിനാൾ പെരിയ ബഹുമാനപ്പെട്ട, അത് കഴിഞ്ഞ് പേര് പറയുന്നു, പരിശുദ്ധ കത്തോലിക്ക സഭയിലെ, അത് കഴിഞ്ഞിട്ട് വീട്ടുപേര് പറയുന്നു. അദ്ദേഹം തൻ്റെ മാർപ്പാപ്പ നാമമായി പുതിയ പേര് പറയുന്നു, സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇത്രയും പ്രോട്ടോ ഡീക്കൻ തന്നെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ പ്രഖ്യാപനം നടത്തേണ്ടത് രണ്ടാമത്തെ മുതിർന്ന കർദിനാൾ ഡീക്കനാണ്. ഇത് അവസാനമായി സംഭവിച്ചത് 1513 ജോവാന്നി ദെ മെഡിച്ചി ലിയോ 10 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ്. ഈ പ്രഖ്യാപനത്തിന് ശേഷം ബസിലിക്കയുടെ ബാൽക്കണിയിലെ അഴിക്കുമുകളിലായി ഒരു നീണ്ട കൊടി തൂക്കിയിടുന്നു. അതിനുശേഷം പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടയാൾ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടുന്നു. ഈ സമയത്ത് താഴെ നിന്ന് പേപ്പൽ ബാൻഡ് പാപ്പാഗാനം ആലപിക്കുന്നു. കോൺക്ലേവിൽ സംബന്ധിച്ച കർദിനാളന്മാരും ഈ സമയത്ത് ബാൽക്കണിയുടെ വശങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ടാവും. പുതിയ മാർപ്പാപ്പ ഉർബി എത്ത് ഓർബി എന്ന, അതായത് നഗരത്തിനും ലോകത്തിനും എന്ന അർത്ഥമാണ് ആ വാക്കിനുള്ളത്, തൻ്റെ ആദ്യ ആശീർവാദം നൽകുന്നു. ജോൺ പോൾ രണ്ടാമൻ, ബെനഡിക്റ്റ് 16 ഫ്രാൻസിസ് മാർപ്പാപ്പമാർ ഈ ആശീർവാദം നൽകുന്നതിന് മുമ്പായി ഏതാനും ചുരുങ്ങിയ വാക്കുകളിലൂടെ
വത്തിക്കാൻ ചത്തുരത്തിൽ കൂടിയവരോട് സംസാരിക്കുകയുണ്ടായി. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ മുൻഗാമിയായ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയ്ക്കും തനിക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന അഭ്യർത്ഥനയും നടത്തി. പിന്നീട് സൗകര്യപ്രദമായ ഒരു ദിവസം സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നതോടെ പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നു. മാർപ്പാപ്പ സ്ഥാനം ഒരു നേതൃപദവി എന്നതുപോലെ തന്നെ സേവനത്തിലും ത്യാഗത്തിലും വിശുദ്ധിയിലും അധിഷ്ഠിതമായ ദൈവവിളിയാണ്. മാർപ്പാപ്പമാരുടെ നീണ്ട ചരിത്രം സഭയുടെയും ലോകത്തിൻ്റെയും മാറിമറിയുന്ന മുഖങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ചരിത്ര കണ്ണാടി കൂടിയാണ്. കാലാവസ്ഥാ വ്യതിയാനം, ദാരിദ്ര്യം, സമാധാനം തുടങ്ങിയ ആഗോള വിഷയങ്ങളിൽ ആധുനിക പാപ്പമാരുടെ ശക്തമായ നേതൃത്വം മുൻകാലങ്ങളിലെ പ്രശ്നങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അതിനാൽ തന്നെ മാർപ്പാപ്പ തിരഞ്ഞെടുപ്പ് വെറുമൊരു മാറ്റത്തിൻ്റെ പ്രതീകം മാത്രമല്ല, സഭയുടെ ഐക്യത്തിൻ്റെയും പരിശുദ്ധാത്മാവിലുള്ള ആഴമായ വിശ്വാസത്തെ പുൽകുന്നതിൻ്റെയും ലക്ഷണം കൂടിയാണ്. സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് ഉയരുന്ന വെളുത്ത പുക ഒരു പുതിയ മാർപ്പാപ്പ വന്നു എന്നതിൻ്റെ അടയാളം മാത്രമല്ല, 2000 വർഷത്തോളം നീണ്ട ഒരു ദൗത്യത്തിൻ്റെ പിന്തുടർച്ചയുടെ പ്രതീകവും കൂടിയാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയും മതനിരപേക്ഷതയും സാംസ്കാരിക വ്യതിയാനങ്ങളും നമ്മുടെ കാലത്തെ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുമ്പോഴും മാർപ്പാപ്പ സ്ഥാനം ഭൂതകാലത്തെയും പാരമ്പര്യങ്ങളെയും ഭാവി കാലവുമായി ബന്ധിപ്പിക്കുന്ന നിർണായക കണ്ണിയായി ഇന്നും വർത്തിക്കുന്നു. ഒരു വ്യക്തിയെ എന്നതിലുപരി വലിയൊരു പ്രതീകത്തെ ഈ വ്യക്തിയിലൂടെ കാണാൻ മാർപ്പാപ്പ സ്ഥാനം നമ്മെ സഹായിക്കുന്നു. പുതിയ വെല്ലുകളെ സഭ എങ്ങനെ നേരിടും? എന്തൊക്കെ മാറ്റങ്ങൾക്ക് സഭ ഇനിയും വിധേയമാകും? ആധുനിക വിശ്വാസ വെല്ലുവിളികളെ സഭയൊന്നായി എങ്ങനെ നേരിടും? സഭയെ സുവിശേഷ സാക്ഷ്യത്തിനായി ആധുനിക ലോകത്തിൽ എങ്ങനെ സജ്ജമാക്കും? അടുത്ത ദിനങ്ങളിൽ ഇതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കും. മാർപ്പാപ്പ പദവിയുടെ ആത്യന്തിക ശക്തി സിംഹാസനങ്ങളിലോ സ്ഥാനമാനങ്ങളിലോ അല്ല, ലോക മനസ്സാക്ഷിയെ കരുണ, സത്യം, നീതി, ദൈവസാന്നിധ്യം തുടങ്ങിയ ശാശ്വത മൂല്യങ്ങളിലേക്ക് നയിക്കുന്നതിനുള്ള അനന്യമായ കഴിവിലാണ് അടങ്ങിയിരിക്കുന്നത്. ഭൂതകാലത്തിൻ്റെ ഒരു തിരുശേഷിപ്പല്ല നമ്മുടെ പുതിയ മാർപ്പാപ്പ, പിന്നെയോ കാലത്തിൻ്റെ വെല്ലുവിളികളെ വിശ്വാസത്തിൻ്റെ ജീവനുള്ള ശക്തിയാൽ നയിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്.